ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടിപർപ്പസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ പാറോത്ത് നീരിൽ മഞ്ഞൾ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. സെക്രട്ടറി KV കരുണാകരൻ സ്വാഗതം ആശംസിച്ചു. പാപ്പിനിശ്ശേരി വിജയൻ അധ്യക്ഷത വഹിച്ചു. TA മധുസൂദനൻ MLA ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P ശശിധരൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരായ സുരേഷ് കുറ്റൂർ, ഗീത P, KD അഗസ്റ്റ്യൻ, KP ഗോപാലൻ, RK പത്മനാഭൻ, P കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംരംഭം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് 2019 ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് വ്യവസായ സഹകരണ സംഘം എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു വരികയാണ്. അതിൻ്റെ ആദ്യ സംരംഭം എന്ന നിലയിൽ ഒരു മഞ്ഞൾ കൃഷി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA TA മധുവേട്ടനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മധുവേട്ടനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൃഷി ഓഫീസർ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഏരിയ സെക്രട്ടറി ശശിയേട്ടനും അങ്ങനെ നമ്മുടെ മുഴുവൻ പ്രവർത്തകരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിശദാനത്തേക്ക് വിജയേട്ടനെ സംഘം പ്രസിഡന്റ് വിജയേട്ടനെ രൂപീകൃതമായത് 2019 11-ാം മാസമാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ചെറുകിട വ്യവസായ രംഗത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കേരള സർക്കാരിൻ്റെ തീരുമാനപ്രകാരം കേരള സംസ്ഥാനത്തിൽ ഒട്ടുക്ക് അങ്ങനെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതുപോലെ സംഘങ്ങൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും ആ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംഘത്തിൻ്റെ വിവിധോദ്ദേശ പദ്ധതികളാണ്, മൾട്ടിപർപ്പസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു. പക്ഷെ അതൊന്നും നമുക്ക് പെട്ടെന്ന് ക്ലച്ച് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ രൂപീകരിച്ചന്ന് മുതൽ ഇവിടെ നമുക്ക് പ്രളയവും കോവിഡും ഈ കാരണങ്ങളെല്ലാം കൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന കാലഘട്ടമായതുകൊണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഇല്ലാതെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ രംഗത്തോ അല്ലെങ്കിൽ മറ്റുള്ള വ്യാവസായിക രംഗത്തോ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അപ്പം ഏതായാലും നമ്മൾ അഗ്രികൾച്ചറൽ അടക്കം ഇതിൻ്റെ ഇതുണ്ട്, 21ഓളം ഐറ്റംസ് ഇതിലുണ്ട്. അതിൽ നമ്മൾ പ്രാരംഭമായിട്ട് ഈ ഒരു മഞ്ഞൾ കൃഷി, അതായത് ഇത് കാട്ടുപന്നിയുടെ ശല്യവും മറ്റുള്ള വന്യമൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലാത്തൊരു കൃഷിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുമല്ല, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസുഖം കൂടി വരുന്ന സമയത്ത് മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതിയുടെ ഒരു സംരക്ഷണവും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും എല്ലാത്തിനും ഗുണകരമായ ഒരു വസ്തുവും കൂടി ആയതുകൊണ്ട് അത് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കൃഷിയോടുകൂടി നമുക്കിതിൻ്റെ മറ്റു പല മേഖലകളിലേക്കും കടന്നു ചെല്ലാനുള്ള ആഗ്രഹമുണ്ട്. അതിനെല്ലാ നാട്ടുകാരുടെയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ MLAയുടെയും അതുപോലെ മറ്റെല്ലാ പൊതുപ്രസ്ഥാനത്തിൻ്റെ എല്ലാ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രൂപത്തിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിനുവേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും ചെയ്തു തരണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യവസായം നമ്മൾ ഈ മഞ്ഞൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ഉണക്കി പൊടിച്ച് വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആകുമ്പോൾ നമ്മൾ ഒരു കളങ്കവും ഒരു മാലിന്യവും ഇല്ലാത്ത, വിഷാംശമില്ലാത്ത ഒരു മഞ്ഞൾ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വിവിധ മേഖലകളിലും ഇത് വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് കൃഷിഭവൻ്റെയും അതുപോലെ സുരേഷ് സാറ് അതിൻ്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും തരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായ കേന്ദ്രത്തിൻ്റെ മാനേജർ ഇന്ന് അസിസ്റ്റൻറ്റ് മാനേജർ ഇവിടെ വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർക്ക് പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചുകൊണ്ട് അവരും പോയി. അതുപോലെ തന്നെ കൃഷി ഓഫീസറും അഞ്ജു മാഡം വരാമെന്ന് പറഞ്ഞാണ്, അവരും പെട്ടെന്ന് പോയി. അപ്പോൾ അവരുടെ എല്ലാ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങളിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും നമ്മുടെ ഈ സൊസൈറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതവും അഭിവാദ്യവും ചെയ്യുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനത്തിനും നാട്ടുകാരുടെയും അതുപോലെ നമ്മളെ ഈ തൊഴിലുറപ്പുകാർ അവരുടെ ഒരു സഹായം കൂടി നമുക്കിതിൽ വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് വലിയൊരു കൂലി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സംരംഭങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ തൊഴിലുറപ്പിൻ്റെ ഒരു സഹായം കൂടി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അത് പഞ്ചായത്തും കൃഷിഭവനും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് അത്തരത്തിലുള്ളൊരു പ്രവണതയും കൂടി നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതിനുള്ള സഹായം കൂടി ചെയ്തു തരാനുണ്ട്. അപ്പോൾ അത് MLA ഇതിൻ്റെ കാര്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിൽ നിന്നും ബോർഡിൽ നിന്നെല്ലാം
നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കണം. പിന്നെ അതിനുള്ള സഹായം അദ്ദേഹം ചെയ്യുന്നുള്ള ഉറപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവരുടെയും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ ടി എ മധുസൂദൻ അവരെ ക്ഷണിക്കുന്നു. കഴിഞ്ഞിട്ടുണ്ട്. വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ആരംഭിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു. കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഈ സൊസൈറ്റി മഞ്ഞൾ കൃഷിയിലേക്ക് പോകുന്നത്. ഇത് ഇവിടെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു പ്രത്യേക പരിതസ്ഥിതി, കാട്ടുപന്നി ക്ഷുദ്രജീവിയല്ല എന്ന് വരെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് തൊടാൻ പറ്റില്ല എന്നുള്ള മട്ടിലാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട്. സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് വെടിവെച്ച് ശരിപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി കടത്തി പറഞ്ഞു. ഏതിലാണ് അതിനെ വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്നത്, ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്നും ആരും പരിധി പോണ്ട എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എണ്ണ ഏതാണെന്ന് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കേസ് എടുക്കുന്നതിന് വേണ്ടി അത് ഇന്നതിലാ കത്തിച്ചത്, അതല്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള നിലയിലെങ്കിലും കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളത് കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടൊരു സമീപനമാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മഞ്ഞളാകുമ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവോടു കൂടിയാണ് മഞ്ഞൾ കൃഷിയിലേക്ക് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികളുടെ, കൃഷിക്കാരുടെ, നാട്ടുകാരുടെ എല്ലാം സഹായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി നന്നായിട്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും. ഇതിപ്പോൾ പഞ്ചായത്തിൽ മാത്രമല്ല, പഞ്ചായത്തിന് വെളിയിലും മറ്റ് ഒന്നും ചേർക്കാത്ത നിലയിൽ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത് മാർക്കറ്റിങ്ങിനും വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ ഇടയില്ല എന്നുള്ളതാണ് പൊതുവിലുള്ളൊരു അനുഭവം. അതിൽ മറ്റ് സഹായങ്ങൾ എങ്ങനെയൊക്കെയാണ് ലഭ്യമാക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. വ്യവസായ വകുപ്പിനോടും ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി പറയാവുന്നതാണ്. നന്നായി ഇടപെട്ട് പോകുന്നവരാണ് വ്യവസായ വകുപ്പിൻ്റെ ആളുകൾ. കൃഷി വകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇപ്പോൾ തന്നെ അവരെല്ലാം ഇവിടെ സന്നിഹിതരാണ്. അതുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും നല്ല നിലയ്ക്ക് ഈ ഒരു കാർഷിക മേഖലയിലൂടെ വ്യവസായത്തിലേക്കെന്ന കാഴ്ചപ്പാടോടുകൂടി ഈ പദ്ധതി മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് നമ്മൾ ഈ മഞ്ഞൾ നട്ടുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ജനകീയ ഉത്സവമാക്കിയിട്ട് നമുക്ക് മാറ്റാം. മഞ്ഞൾ പൊടി വാങ്ങാൻ സമയമാകുമ്പോൾ വന്നിട്ട് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ മറ്റ് കൂടുതലൊന്നും പറയുന്നില്ല. അധ്യക്ഷനും MLAയും കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ സംഘത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘം. അപ്പോൾ അത് കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ കൂടി വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണിത്. അതിന് തന്നെ ഇങ്ങനൊരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള വിജയനെയും അതുപോലെ അതിൻ്റെ മറ്റ് പ്രവർത്തകരെയും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മഞ്ഞൾ തന്നെ കൃഷി ചെയ്യാൻ ഇടയാക്കിയ കാര്യത്തെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില കൃഷികളെല്ലാം ചെയ്താൽ പന്നി വല്ലാതെ നശിപ്പിക്കും. ഏതായാലും മഞ്ഞളങ്ങനെ പന്നി നശിപ്പിക്കില്ല. നമ്മുടെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം വലിയ തോതിൽ നമ്മുടെ എല്ലാം പ്രദേശങ്ങളിൽ മഞ്ഞൾ കൃഷി ചെയ്തിരുന്നു. ചില സ്ഥലത്ത് വേണ്ടത്ര വിജയിച്ചില്ല എന്നുള്ളൊരു പോരായ്മയെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ കൃഷി ചെയ്ത ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ വിജയിക്കാത്ത പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 10-25 കിൻഡലിലേറെ മഞ്ഞൾ അതിൻ്റെ ഭാഗമായിട്ട് വിൽപ്പന നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
പഴയ കാലത്താണെങ്കിൽ വ്യാപാരാടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്ത് പരിചയവും എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോശമല്ലാത്ത കൃഷിയാണ് മഞ്ഞൾ കൃഷി എന്ന് ഞാൻ സൂചിപ്പിക്കാനാണ് ഈ കാര്യം പറഞ്ഞത്. ഇവിടെ പറഞ്ഞതുപോലെ മഞ്ഞൾ കിളച്ച് അങ്ങനെ തന്നെ വിൽപ്പന നടത്തുകയല്ല, അത് പ്രോസസ്സ് ചെയ്ത് മഞ്ഞളാക്കി മാറ്റി പിന്നെ പൊടിയാക്കി വിൽപ്പന നടത്തുന്ന ചുമതലയാണ് ഈ സംഘത്തിൻ്റെ നേതൃത്വം നടത്താൻ വേണ്ടി പോകുന്നത്. എല്ലാവിധ പിന്തുണയും അതിന് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഏതായാലും ഇങ്ങനൊരു സംരംഭത്തിന് മുന്നോട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ഇപ്പോൾ ഈ പാറോത്തുനീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാർഷിക മേഖല, കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുള്ള മേഖലയാണ് ഈ പാറോത്തുനീര്. നമ്മളിവിടെ ഒരു ക്ലസ്റ്റർ, പച്ചക്കറി ക്ലസ്റ്റർ വർഷങ്ങളായി, ഏകദേശം ഒരു ദശാബ്ദകാലമായി ഒരു പച്ചക്കറി ക്ലസ്റ്ററും ചെറുകിട മത്സ്യ മാർക്കറ്റിൻ്റെ സമീപത്തുള്ള ഒരു വലിയ ഷോപ്പ്, കൃഷി വകുപ്പ് നൽകിയ ഒരു ഷോപ്പും, അത് ഇത്രയും വർഷക്കാലം തുടർച്ചയായിട്ട് ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ്. അവിടെ ഇവിടെയുള്ള കർഷകരുടെ ഇച്ഛാശക്തി കൊണ്ടാണ് അത്രയും സജീവമായി അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ മഞ്ഞൾ കൃഷിയും ഇവിടെ 100% വിജയിക്കും എന്നുള്ളതാണ്. നമ്മളൊരു പദ്ധതി അധിഷ്ഠിത മഞ്ഞൾ കൃഷിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതായത് വ്യവസായ വകുപ്പിൻ്റെ സഹായത്തോടുകൂടി, സാമ്പത്തിക സഹായത്തോടുകൂടി അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.